കുറേ പ്രാവശ്യം കേൾക്കുമ്പോൾ കുറേശ്ശെ എടുക്കാൻ തുടങ്ങും. ഇനിയിപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടി, ഞാൻ ഈ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഇതപ്പോൾ കാസറ്റ്സൊക്കെ ആയി കഴിഞ്ഞത് പുറത്തൊക്കെ എത്തുമ്പോൾ ആളുകൾ അത് കേൾക്കും. രണ്ട് ഭാഗത്തു നിന്ന് വന്ന തെറ്റുകളും തിരുത്താൻ തുടങ്ങും അല്ലേ? ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്കതിലൂടെ ഉണ്ടാവും. അതുകൊണ്ട് ഭാര്യാഭർത്തൃ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രയാസം നമുക്കുണ്ടായാൽ അത് സ്വർഗത്തിനാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു മാനസിക വികാസം നമ്മൾ കാണിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ, ഒരു ക്ഷീണം ശാരീരികമാവട്ടെ അല്ലെങ്കിൽ വലാ വസബിൻ, മാനസികമോ ശാരീരികമായ ഒരു പ്രയാസം ഒരു മുസ്ലിമായ മനുഷ്യന് കൊടുക്കുന്നില്ല. വലാ ഹമ്മിൻ, ഒരു മനക്ലേശം, ഒരു മനപ്രയാസം കൊടുക്കുന്നില്ല. വലാ ഹസനിൻ, ഒരു ദുഃഖം കൊടുക്കുന്നില്ല. വലാ അദൻ, ഒരു വിഷമം കൊടുക്കുന്നില്ല. വലാ ഗമ്മിൻ, ഒരു ക്ലേശം കൊടുക്കുന്നില്ല. ഹത്ത ശൗക്കത്തു യുഷാക്കുഹ, ഒരു കാലിൽ തറക്കുന്ന മുള്ളു പോലും ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാഹു, അവന്റെ പാപം അതുമൂലം ആ പരീക്ഷണങ്ങൾ കൊണ്ട് പൊറുക്കപ്പെടും. അപ്പം നമുക്ക് ദുഃഖം വന്നാൽ, സങ്കടം വന്നാൽ, പ്രയാസം വന്നാൽ, ദുരിതങ്ങൾ വരുമ്പോൾ മാനസികം സംഘർഷാവസ്ഥ, ഭാര്യയ്ക്ക് സുഖമില്ല, മോൾക്ക് ഭ്രാന്ത്, മോൻക്ക് ജോലിയില്ല, അവിടുന്ന് പുറത്താക്കി, തെങ്ങുമെന്ന് വീണ്, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മളെ പടച്ചോനെ ജിന്നെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കണല്ലോ എന്ന് ചിന്തിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ദക്കറ ഉമറുൽ ഖത്താബ് അനുസ്മരിച്ചു, മാസാബൻ നാസ് മിന ദുനിയ, ദുനിയാവിൽ ജനങ്ങൾക്ക് കിട്ടിയ ആഡംബര സൗകര്യങ്ങളെ ഉമർ റളിയല്ലാഹു അൻഹു വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, ലഖദ് റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യളലുൽ യൗമ യൽതവി, അല്ലാഹുവിന്റെ പ്രവാചകൻ വിശക്കുന്നവനായിക്കൊണ്ടാണ് ഓരോ ദിവസവും നബിക്ക് കഴിഞ്ഞു പോകാറുള്ളത്. വിശക്കുന്നവൻ. മാ യജിദു മിന ദഖൽ, ഒരു ചീഞ്ഞ കാരക്ക പോലും നബിക്ക് മാ യംലഉ ബിഹി ബത്നഹു, തന്റെ വയറ് നിറക്കാൻ കിട്ടാറില്ല. ആ വിധം കഷ്ടപ്പെട്ടുകൊണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. ഒരു കാര്യം കൂടി ഞാൻ ഉണർത്തുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച്. ഇത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മളൊക്കെ ജീവിക്കുന്നത് സുഖിക്കാൻ വേണ്ടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചതോ സുഖിക്കാൻ വേണ്ടിയല്ല. ഒന്നും കൂടി ആലോചിച്ചോളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തുവഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി മരിക്കുമ്പോൾ ആയിഷ ബീവി പറയാണ്, വമാ ഫീ ബൈതി മിൻ ഷൈഇൻ യഅകുലുഹു ദൂ കബിദിൻ ഇല്ലാ ശത്ര ശഈർ, ഒരു പച്ചക്കരളുള്ള ജീവിക്ക് തിന്നാനുള്ള ഒരു ബാർലി പോലും പ്രവാചകൻ മരിക്കുമ്പോൾ എൻ്റെ വീട്ടിലില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകം കണ്ട ശ്രേഷ്ഠരിൽ ശ്രേഷ്ഠനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോൾ ആയിഷാ ബീവി പറയാണ്, ഒരു പച്ചക്കരളുള്ള ജീവിക്ക് തിന്നാനുള്ള ഒന്നും എൻ്റെ പൊരയില്ല കേട്ടോ. അതെവിടെ? ഫീ റഫിന്റെ ഉറിയില്, എന്റെ അലമാരിയിൽ, എന്റെ പലകത്തട്ടിൽ ഒന്നുമില്ല. ഫഅകൽതു മിൻഹു ഹത്താ താല അലയ്യ, അങ്ങനെ എനിക്ക് കാലങ്ങളോളം എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഒരല്പം ബാർലി ഉണ്ടായിരുന്നു, അത് ഞാൻ ഉറി സൂക്ഷിച്ചതാണ്, അത് ഞാൻ തിന്നു. അങ്ങനെ കുറേ നാളത് തിന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ആയിഷാ ബീവിക്ക് തോന്നി, ഇനി ഉള്ളതൊന്ന് അളന്നൊക്കെ എത്ര ദിവസത്തേക്ക് ഉണ്ടാവും. അതിനു വേണ്ടി ഒരുങ്ങിയപ്പോൾ ഹത്താ താല അലയ്യ, കുറേ കാലം അങ്ങനെ തിന്നപ്പോൾ ഫക്കിൽത്തുഹു, ഞാനതൊന്ന് അളക്കാൻ ശ്രദ്ധിച്ചു. ഫഫനിയ, ഒന്നും ഉണ്ടായിരുന്നില്ല. ഭർത്താവ് മരിക്കുമ്പം ആയിഷാ ബീവിക്ക് ഉണ്ടായിരുന്ന അതായിരുന്നു. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ ഒരു സ്ത്രീ എന്ന് പറയുന്ന ഭർത്താവൊക്കെ മരിക്കുമ്പം നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമുക്കിപ്പോൾ അതേമാതിരി ജീവിക്കണം എന്നല്ല ഞാൻ സൂചിപ്പിച്ചതിൻ്റെ അർത്ഥം. അത്രയും കഷ്ടപ്പെട്ടൊരു പ്രവാചകൻ്റെ അനുയായികളാണ് നമ്മളെന്ന് ഓർക്കുക. നമ്മൾ ഡൺലപ്പ് കിടക്കുന്നു, നമ്മൾ നല്ല വിരിപ്പുകൾ വിരിച്ച് നല്ല തലയിണകൾ വെച്ച് സുഖമായി ഉറങ്ങുന്ന നമ്മളൊന്ന് ആലോചിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹസീരിൻ, ഒരു പായൻ്റെ മുകളിൽ ഉറങ്ങിയത്. ഫഖാമ, അങ്ങനെ നബി എഴുന്നേറ്റപ്പോൾ വഖദ് അസ്റ ഫി ജൻബിഹി, ശരീരത്തിൽ ആ പായയുടെ അടയാളം ഉണ്ടായി. കുൽന, ഞങ്ങൾ ചോദിച്ചു റസൂലുള്ളാഹിനോട്, സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ലൗ തഖദനാ ലക വിതാ, നിങ്ങൾക്ക് ഞങ്ങൾ നല്ലൊരു വിരിപ്പ് കൊണ്ടുപോയി തരട്ടെ, വിരിക്കാൻ നല്ലൊരു വിരിപ്പ്. ഫഖാല, റസൂലുള്ളാഹി പറയാണ്, മാലി വലി ദുനിയ, എനിക്ക് ദുനിയാവിൽ എന്താ അവകാശമുള്ളത്? എനിക്ക് ദുനിയാവിൽ എന്താ അവകാശമുള്ളത് ഈ വിരിപ്പൊക്കെ വിരിച്ച് കിടക്കാന്? എന്നിട്ട് പറയാണ്, മാന ഫി ദുനിയ ഇല്ലാ കറാക്കിബ്, ഒരു യാത്രക്കാരനല്ലേ ഞാൻ ദുനിയാവിൽ. ഇസ്തല്ലല്ല തഹത്ത ഷജറത്തിൻ സുമ്മ റാഹ വതറക്കഹ, അദ്ദേഹം ഒരു ചെറിയ വിശ്രമം എടുത്തു ഒരു മരത്തണലിൽ, അത് ഉപേക്ഷിച്ച് വീണ്ടും യാത്ര തുടരുന്നു. അതല്ലേ എൻ്റെ ജീവിതം? എനിക്കെന്തിനാ പുതപ്പ്? സുഖസൗകര്യങ്ങളുടെ ആമോദക്കട്ടിലേക്ക് ചായാൻ ശ്രമിക്കുന്ന നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നിങ്ങൾ ഒന്നുകൂടി അറിയുക. നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. 2 ദിവസം തുടർച്ചയായിട്ട് റസൂലുള്ളാഹിന്റെ വീട്ടിൽ പത്തിരി ഉണ്ടാക്കി തിന്നിട്ടില്ല. 2 ദിവസം അടുപ്പിച്ച് ഉണ്ടാക്കി തിന്നാൻ കഴിഞ്ഞിട്ടില്ല. പറയാ, മാ ഷബി ആലു മുഹമ്മദിൻ സല്ലല്ലാഹു, നബിന്റെ കുടുംബത്തിൽ വയറ് നിറച്ചിട്ടില്ല. മുൻദു ഖദിമൽ മദീന, മദീനയിൽ വന്നത് മുതൽ മിൻ തആമിൽ ബുർരി സലാസ ലയാലിൻ തിബാൻ ഹത്താ ഖുബില, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്നത് വരെ തുടർച്ചയായ 3 ദിനരാത്രങ്ങൾ
ഭക്ഷണം മര്യാദക്ക് നിത്യവും കിട്ടിയിട്ടില്ല. പരാതി പറഞ്ഞതല്ല കേട്ടോ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഒരു വഴിയിലൂടെ ഒരു വീട്ടിൻ്റെ അടുത്തൂടെ നടന്നു പോകുമ്പോൾ ആ വീട്ടിലുള്ള മറ്റെൻ്റെ കൂട്ടുകാരായ ആളുകളെല്ലാം കൂടി പൊരിച്ച കോഴി അടിക്കുകയാണ്. അന്നഹു മറ ബി ഖൗമിൻ ബൈന ഐദീഹിം ഷാത്തുൻ മസ്ലിയ, ഒരു പൊരിച്ച കോഴി തിന്നുന്ന ആടിനെ തിന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തൂടെ നടന്നു പോയത്. ഫദഅഉഹു, അദ്ദേഹത്തെ ക്ഷണിച്ചു ആ സദ്യയിലേക്ക്, പൊരിച്ച ആടിനെ തിന്നാൻ. ഫഅബാ, അബൂ ഹുറൈറ വിസമ്മതിച്ചു അയ്യകുല, അത് ഭക്ഷിക്കാൻ. വഖാല, എന്നിട്ട് പറഞ്ഞു, ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിന ദുനിയ വലം യശ്ബഉ മിൻ ഖുബ്സ് ഷഈർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുമ്പോൾ മരണം വരെ അദ്ദേഹം വയറ് നിറയെ ഒരു ബാർലിയുടെ റൊട്ടി പോലും തിന്നിട്ടില്ല. ആ പ്രവാചകന്റെ അനുയായികളാണ് ഇവിടെ സുഖല്യാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള സുഖമൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പൈസ ഉണ്ടാക്കണോന്ന് പറഞ്ഞ് നടക്കുന്നത്. അല്ലാഹുമ്മ അഹീനി മിസ്കീന വഅമിത്നി മിസ്കീന വഹ്ശുർനി ഫീ സംറത്തിൽ മസാക്കീൻ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രവാചകൻ. ലാ ഐഷ ഇല്ല ഐഷുൽ ആഖിറ, പരലോക ജീവിതമല്ലാതെ മറ്റൊന്നും യഥാർത്ഥ ജീവിതമല്ല പടച്ചോനെ എന്ന് പ്രാർത്ഥിച്ച് അള്ളാഹുലേക്ക് ആഖിറത്തിന് വേണ്ടി അധ്വാനിക്കുന്ന പ്രവാചകനും തൻ്റെ അനുചരന്മാരെയുമാണ് നാം കാണേണ്ടത്. അപ്പോൾ നമുക്ക് സുഖമുണ്ടാവും, സമാധാനം ഉണ്ടാവും. അവസാനിപ്പിക്കാല്ലേ? ഭർത്താവിൻ്റെ ഉമ്മ, ഭർത്താവിൻ്റെ പെങ്ങൾ, ഞാൻ ഭർത്താവിൻ്റെ പെങ്ങളാണെന്ന് പറഞ്ഞ് ഇനി വരരുത്. ഞാൻ ഭർത്താവിൻ്റെ ഉമ്മയാണ്, അത് ഉമ്മ തന്നെയാണ്, അതുകൊണ്ട് തന്നെ അവിടുന്ന് കല്യാണം കഴിച്ച് ഞാൻ അതിൻ്റെ പേരിൽ ഹൂങ്കും ഈഗോയും ഒന്നും ഉണ്ടാക്കരുത് കേട്ടോ. അങ്ങനെ സമാധാനപരമായൊരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാവണം. ദുനിയാവിനെ പറ്റിയുള്ള ഒരു ബോധം നമുക്കുണ്ടാവണം. എത്ര പണമുണ്ടായാലും അഹങ്കരിക്കരുത്. ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ ഞാൻ എന്ന ഭാവം, അനാനിയത്തുണ്ടാവരുത്. പിന്നെ നമ്മൾ ആർക്കും വിട്ടുകൊടുക്കുന്നവരാവും ചെയ്യരുത്. ഇപ്പം ഒരിക്കൽ അതുകൂടി പറയാം. ഒരിക്കൽ ഒരു സഹാബിൻ്റെ മുതലൊരാൾ പിടിച്ചെടുത്തപ്പോൾ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. മുതൽ പിടിച്ചെടുത്തില്ല, ആ മുതൽ കിട്ടുന്നത് വരെ ജിഹാദ് ചെയ്യണം, തിരിച്ചിട്ടുന്നത് വരെ. എല്ലായിടത്തും ക്ഷമയൊന്നും പാടില്ല കേട്ടോ. നമ്മൾ അങ്ങനല്ല. ഞാൻ ഇപ്പം പറഞ്ഞ ക്ഷമിക്കാനൊക്കെ പഠിപ്പിച്ച ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും കേട്ടോ. നമ്മൾ എന്ത് ചെയ്താലും ദ്രോഹിച്ചാലും എങ്ങനെ ചെയ്താലും ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയുൻ ഹമീം എന്ന ആയത്തിൻ്റെ പരിധിയിലല്ല ചില വിഷയങ്ങൾ വരിക. ചില വിഷയങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരും കേട്ടോ. പ്രതികരണ ശേഷി ഉണ്ടാവണം. പക്ഷേ നമ്മൾ ആരെയും ദ്രോഹിക്കരുത്. മാനസികമായും ദ്രോഹിക്കേണ്ട, ശാരീരികമായും ദ്രോഹിക്കരുത്. നമ്മളുടെ ജീവിതത്തിൽ സന്തോഷം എന്ന് പറയുന്നത് അള്ളാഹുമായുള്ള അടുപ്പം കൊണ്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് അടുക്കുക. ബാക്കിയെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ വില മനസ്സ് കൊടുക്കാവും. പണം നിങ്ങളുടെ അലമാരിയിൽ വെക്കാം, പണം നിങ്ങളുടെ മനസ്സിൽ കെട്ടിപ്പൂട്ടരുതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾക്ക് ഞാൻ യാത്ര പറയാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിശ്വാസിയായി ജീവിക്കാൻ ഏത് സങ്കടവും പ്രയാസവും ദുഃഖവും ദുരിതവുമൊക്കെ നമുക്ക് പരലോകത്തേക്ക് ഗുണം ചെയ്യും വിധം സഹിക്കാൻ, ക്ഷമിക്കാൻ അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീക്കും യോഗ്യതയും നൽകുമാറാകട്ടെ. നമുക്ക് പടച്ചതമ്പുരാൻ്റെ സ്വർഗ്ഗത്തിൽ ഇടം ലഭിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.